നോവായി കുരുന്നുകൾ നിറക്കണ്ണുകളോടെ കുരുന്നുകൾക്ക് യാത്രാമൊഴി നൽകി തൃക്കണ്ടിയൂർ ഗ്രാമം. തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തു. ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കളിച്ചിരികൾ മാഞ്ഞു, ഓർമ്മയായി കുരുന്നുകൾ. ഒന്നിച്ചു കളിച്ചു നടന്ന അയൽവാസികളും കളിക്കൂട്ടുകരുമായ കുരുന്നുകൾ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇനി ഒന്നിച്ചുറങ്ങും. തൃക്കണ്ടിയൂർ അങ്കണവാടിക്ക് സമീപം പെരിങ്കൊല്ലൻ കുളത്തിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞ ഫാത്തിമ റിയക്കും അമൻ സയാനും അടുത്തടുത്തായാണ് കബറൊരുക്കിയത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. അങ്കണവാടി വിട്ട് വീട്ടിലെത്തിയ പാറപ്പുറത്ത് ഇല്ലത്തുപറമ്പിൽ റഷീദ് റൈഹാനത്ത് ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി ഫാത്തിമ റിയയും കാവുങ്ങപ്പറമ്പിൽ നൌഷാദ് നജില ദമ്പതികളുടെ മകൻ 3 വയസ്സുകാരൻ അമൻ സയാനുമാണ് വീടിന് സമീപത്തെ പെരിങ്കല്ലൻ കുളത്തിൽ വീണ് മരിച്ചത്. കുട്ടികളെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കുളത്തിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും വീടുകളിൽ നിന്ന് 20 മീറ്റർ അകലെയാണ് കുളം. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അമൻ സയാന്റെ മൃതദേഹം അങ്കണവാടിയിലും റിയയുടെ മൃതദേഹം വീടിന് സമീപവും പൊതുദർശനത്തിന് വെച്ചു. കളിച്ചിരികളും കുസൃതികളും നിറഞ്ഞ മുറ്റത്താണ് ഇരുവരുടെയും ചേതനയേറ്റ ശരീരം പൊതുദർശനത്തിൽ വെച്ചത്. കണ്ടുനിന്നവരെ പോലും ഇറങ്ങണിക്കുന്നതായിരുന്നു ആ കാഴ്ച. തുടർന്ന് കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മറവ് ചെയ്തത്. കളിക്കൂട്ടുകാരായ റിയക്കും സയാനും അടുത്തടുത്തായാണ് കബറൊരുക്കിയത്. ജനപ്രതിനിധികളും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് കുരുന്നുകളെ ഒരു നോക്ക് കാണാനായി എത്തിയത്.